എനിക്ക് മിസ്റ്റർ അലക്സ് കോശയെ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? ഒരു പേഴ്സണൽ കാര്യം പറയാനാണ്. വരുന്ന വിളിച്ച് പറഞ്ഞിരുന്നു. നേരെ ചെന്ന് ഫസ്റ്റ് ലെഫ്റ്റിൽ കാണുന്നതാ അലക്സ് സാറിന്റെ ക്യാബിൻ. താങ്ക്സ്. സാറോട് സംസാരിക്കണമെന്നില്ല, ഒന്നും മറന്നിട്ടില്ല സാർ. എനിക്കിവിടെ ജോലിക്ക് റെക്കമെൻഡ് ചെയ്ത പോലും തോമസ് ചാക്കോ സാറാണ്. ഇല്ല ഇല്ല സാർ, എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരുന്നു. അനുവിന് വേറെ ഓപ്ഷൻ ഇല്ല. ഉവ്വ്, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഓക്കെ സാർ. ആരാത്? നിങ്ങളുടെ ചെയർമാൻ ഇപ്പൊ ഇവിടെ ഉണ്ടോ? യെസ്, ബോർഡ് മീറ്റിംഗ് നടക്കുക. എനിക്ക് അത്യാവശ്യമായി അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നു. സോറി, ഡയറക്ടേഴ്സിനല്ലാതെ മറ്റാർക്കും ആ മുറിയിലേക്ക് പ്രവേശനമില്ല. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ചെയർമാനെ കാണാനും സാധിക്കില്ല. എനിക്ക് വേറെ വഴിയില്ല. ഇപ്പൊ ഈ നിമിഷം എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുരാധയാണിത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചാനലിന്റെ മുഖം രക്ഷിക്കാനെന്ന പേരിൽ അവർക്കെതിരെ ഒരു ഇമ്മീഡിയറ്റ് നടപടിക്ക് ഞാൻ തയ്യാറല്ല. ലെറ്റ് us വെയിറ്റ്. സത്യം എന്താണെന്ന് തെളിയട്ടെ. ക്ഷമിക്കണം സാർ, എനിക്ക് 1 മിനിറ്റ് സാറിനോട് സംസാരിക്കണം. ഒരേ 1 മിനിറ്റ്. ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കാൻ പോവുകയാണ് ഇവിടെ. സാർ വിചാരിച്ചാൽ അവരെ രക്ഷിക്കാൻ കഴിയും. സാർ, ഞാൻ പറയുന്നത് ദയവേത് വിശ്വസിക്കണം. സോറി സാർ, പ്ലീസ്. പെർമിഷൻ ഇല്ലാതെ ഓടിക്കരുതാണ്. എന്നെ വിടൂ, എന്നെ വിടൂ, പ്ലീസ്. എന്നെ വിടൂ, വിടൂ. സ്റ്റോപ്പ് ഇറ്റ്. അയാളെ വിടൂ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് Give us a minute, gentlemen, please. ഇനി പറയൂ, എന്താ കാര്യം? ഞാനൊരു സാധാരണക്കാരനാണ്. അങ്ങനെ ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളല്ല കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി എനിക്ക് ചുറ്റും നടക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന അനുരാധാനന്ദന്റെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അവരല്ല ആ കൊലപാതകം ചെയ്തത്. അവരെ കള്ളക്കേസിൽ കുടുക്കിയത് ഇതിലുള്ള സംഭവങ്ങൾ പുറത്തു വരാതിരിക്കാനാണ്. പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസിന് വേണ്ടതും ഇതാണ്. എന്താണ് ഇതിലുള്ളത്? ഇത് അനുരാധയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കാൻ വേണ്ടി എൻ്റെ കൈവശം തന്നയച്ചതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അയാളും ഇതിലുള്ളവരുടെ കൂടെയാണെന്ന്. താങ്കളും ഇവരുടെ കൂടെയാണോ എന്ന് എനിക്കറിയില്ല. താങ്കളുടെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാലും എനിക്കറിയില്ല. താങ്കൾക്ക് എന്നെ വിശ്വസിക്കാം, പറഞ്ഞോളൂ. അനുരാധയുടെ ഭർത്താവ് നന്ദൻ മേനോൻ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏതു നിമിഷവും അനുരാധയും അവർ ഇല്ലാതാക്കും. അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അവരത് വേണ്ടെന്ന് വെച്ചത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവന് വേണ്ടിയാണ്. ഒരുപക്ഷെ ലോകത്തൊരു ഭർത്താവും ഭാര്യയും ചെയ്യാത്ത ത്യാഗമാണത്. അത് വെറുതെ ആവാൻ പാടില്ല. ഇനി അരമണിക്കൂറിനകം ഇതിൽ പറയുന്ന ഫ്ലൈറ്റ് ബോംബെയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യും. പിന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് വെളിച്ചത്ത് വരണം. ഇവരോട് ദയ കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. താങ്കളുടെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നാണ്. സാറിനത് കഴിയുമോ? Give it to me.
ചെയർമാനെ കണ്ട് സംസാരിക്കാൻ പറ്റി. ഉടനെ അത് ടെലികാസ്റ്റ് ചെയ്യും. നന്ദൻ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ചെയർമാൻ കൂടെ വർക്ക് ചെയ്യുന്നവരെ എൻ്റെ കൂടെ വിട്ടു. കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. കൂട്ടി പോയിക്കോളൂ. ഈശ്വര, നമ്മളിനി എന്താ വേണ്ടേ? നിങ്ങൾക്ക് എന്നെ എൻ്റെ വീട് വരെ ഒന്ന് കൊണ്ടുവിടാൻ പറ്റുമോ? അയ്യോ, ആ കുട്ടി ഇതൊക്കെ എടുക്കാൻ മറന്നു. മനസാക്ഷി ഞെട്ടിച്ച ഈ വാർത്ത ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ അനുരാധ നന്ദൻ പുറത്തു കൊണ്ടുവന്നത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ്. സുധീന്ദ്രൻ വധവുമായി ബന്ധപ്പെട്ട് അനുരാധ നന്ദനെയും ഭർത്താവ് നന്ദൻ മേനോനെയും പ്രതികളാക്കി ചിത്രീകരിച്ചത് ഗൂഢാലോചനയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ട്രൈ ടിവി പുറത്തുവിട്ട ഈ വാർത്തയെ തുടർന്ന് DGP GK സ്വാമിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പുറത്തു വന്നതിന് ശേഷം അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരള മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ ദിവസമാണ്. അനുരാധ നന്ദനും നന്ദൻ മേനോനും കാണിച്ച ധൈര്യം എല്ലാ മാധ്യമങ്ങളും മാതൃകയാണ്. ഇന്നത്തെ സംഭവത്തോടെ വിവാദപുരുഷനായി മാറിയ ആഭ്യന്തരമന്ത്രി തോമസ് ചാക്കോയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. സുധീന്ദ്രൻ വധവുമായി ബന്ധപ്പെട്ട് ഏത് നിമിഷവും തോമസ് ചാക്കോയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്ന് കരുതപ്പെടുന്നു. ഇതവർക്ക് തിരിച്ചു കൊടുക്കണം. അവരുടെ പരിചയക്കാരോട് ആരോടെങ്കിലും വിളിച്ച് പറയാം. നന്ദന്റെ മെസ്സേജ്. ഗുരുവായൂർ പാസഞ്ചർ 10 minutes to ആൽവേ സ്റ്റേഷൻ, ടൈൽ ഫാക്ടറി. ഗുരുവായൂർ പാസഞ്ചർ 10 minute ആൽവ സ്റ്റേഷനിലേക്ക്, ടൈൽ ഫാക്ടറി. എന്താ? കുറച്ചു മുമ്പ് നന്ദൻ അയച്ച മെസ്സേജാണിത്. അതിനർത്ഥം നന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും എന്നല്ലേ? മെസ്സേജ് പ്രകാരം ആലുവയിൽ നിന്ന് ട്രെയിനിൽ 10 minute ദൂരെയുള്ള ഏതോ ഒരു ഓട്ട് കമ്പനിയിൽ നന്ദനുണ്ട്. അതേ ഡയറക്ഷനിൽ ആലുവ സ്റ്റേഷനിൽ നിന്ന് 4:10 കേരള എക്സ്പ്രസ് പുറപ്പെടും. ഇനി 8 minute ഉണ്ട്. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്നെ ആലുവ സ്റ്റേഷനിൽ എത്തിക്കാമോ? അത് പിന്നെ നിങ്ങളോട് ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ? മുൻവിധിയോടെ ഒരു കാര്യത്തെ സമീപിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ വേഗം വണ്ടി വിടൂ പ്ലീസ്. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയെന്നറിയാം. എത്ര തന്നാലും മതിയാവില്ല. എന്നാലും ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. മനുഷ്യത്വം നശിച്ചിട്ടില്ലാത്ത ചിലരെങ്കിലും ഈ ഭൂമിയിലുണ്ടെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. എനിക്കത് മതി, അത് മതി. ട്രെയിൻ പുറപ്പെടാനായി. അല്ല, ഞാൻ